അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പാർത്ഥസാരി സങ്കല്പത്തിൽ വലതുകൈയിൽ ചമ്മട്ടിയും ഇടതുകൈയിൽ പാഞ്ചജന്യമായി നിൽക്കുന്ന പരബ്രഹ്മ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ. മാത്രമല്ല ഇവിടെ ഭഗവാന് ഗോശാലാകൃഷ്ണനായും ഗുരുവായൂരപ്പനായും ഭാവങ്ങളിൽ സങ്കല്പിക്കപ്പെടുന്നുണ്ട്. എല്ലാ ദിവസവും ഉച്ചനേരത്ത് പാൽപ്പായസം കുടിക്കുവാനായി ഗുരുവായൂരപ്പൻ ഇവിടെ എത്തുന്നു. ഉച്ചനേരത്ത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണനെ ഗുരുവായൂരപ്പനായി മാറുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. പഴയ നാട്ടുരാജ്യമായ ചെമ്പകശ്ശേരിയിലെ ഭരണാധികാരി പൂരാടം തിരുനാൾ ദേവനാരായണൻ കൊല്ലവർഷം 720 ഈ ക്ഷേത്രം നിർമ്മിച്ചതായി കരുതപ്പെടുന്നു. അമ്പലപ്പുഴ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് മൂലം നാളിൽ ചമ്പക്കുളം പമ്പാ നദിയിൽ രാജപ്രമുഖൻ വള്ളംകളി നടക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പലത്തിൻ്റെ കിഴക്കേ വാതിലിൽ നിന്നുള്ള കാഴ്ചകളാണ്. അതിവിശാലമായ അമ്പലക്കുളം, അതുപോലെ തന്നെ കൊട്ടാര സദൃശ്യമായ കെട്ടിടങ്ങളാണ് അതിന് ചുറ്റുമുള്ളത്. പഴയ വാസ്തുവിദ്യയുടെ പ്രൗഢി വിളിച്ചോതുന്ന മനസ്സിന് എന്തെന്നില്ലാത്ത ആനന്ദം നൽകുന്ന ഒരു പ്രതീതിയാണ് അമ്പലപ്പുഴയിൽ നമുക്കുള്ളത്. മറ്റൊരു ക്ഷേത്രത്തിനും നൽകാൻ കഴിയാത്ത ഒരു പോസിറ്റിവിറ്റിയാണ് എനിക്ക് അമ്പലപ്പുഴ ദർശനത്തിൽ ലഭ്യമായത്. മാത്രമല്ല ഈ കാണുന്നത് അവിടുത്തെ കൂത്തമ്പലമാണ്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. അതിൽ ചരിത്ര പ്രാധാന്യമായ വസ്തുവായതുകൊണ്ട് തന്നെ അതവിടെ കവർ ചെയ്തവർ സൂക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല അതിപുരാതന കേരളത്തിലെ തനതായ വാസ്തുവിദ്യ ശൈലി വിളിച്ചോന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി അമ്പലപ്പുഴയിലെ വളരെ പ്രശസ്തമായ അമ്പലപ്പുഴ പാൽപ്പായസത്തിന് വേണ്ടി മണിക്കിണറിലെ വെള്ളമാണ് എടുക്കുന്നത്. ഈ മണിക്കിണറിലെ പ്രത്യേകതയാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിന് ഇത്രയും രുചി നൽകുന്നതെന്ന് പറയപ്പെടുന്നു. എന്തായാലും മരത്തിൽ ഒരു റൂം പോലെ കെട്ടിത്തിരിച്ച് ഒരു വാതിലും എല്ലാം ഉണ്ട്. ആ ഒരു വളരെ യുണീക്കായി വളരെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണത്. നമുക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദം തന്നെ നൽകും ഈ കാഴ്ചകളെല്ലാം തന്നെ. നമ്മൾ എങ്ങോട്ടോ യാത്ര പോകുന്നൊരു ഫീലാണ്. കൂടാതെ ഗുരുവായൂരപ്പൻ നട അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം സൂക്ഷിച്ചിരുന്നത്. ആ ഒരു നടയാണ് ഗുരുവായൂരപ്പൻ നട.